ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? ഓപ്ഷൻസ് 20 ഡിഗ്രി, 25 ഡിഗ്രി, 30 ഡിഗ്രി, 35 ഡിഗ്രി. ശരി ഉത്തരം ഓപ്ഷൻ സി 30 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻസ് ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, BN റാവു. ശരി ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. മൂന്നാമത്തെ ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1857 1858 1859 അതോ 1860? ശരി ഉത്തരം ഓപ്ഷൻ ബി 1858. അടുത്ത ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് മുംബൈ, പനാജി, കൊച്ചി, വിശാഖപട്ടണം. ശരി ഉത്തരം ഓപ്ഷൻ സി കൊച്ചിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവ സമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻസ് എക്കൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. ആറാമത്തെ ചോദ്യം, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഡാഷ്. ഓപ്ഷൻസ് പെരികാർഡിയം, പ്ലൂറ, മെനിഞ്ചസ്, ഡയഫ്രം. ശരി ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറയാണ്. ഏഴാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? വൃത്താകൃതിയാണോ, സമചതുരാകൃതിയാണോ, അർദ്ധവൃത്തമാണോ, ത്രികോണമാണോ? ശരി ഉത്തരം ഓപ്ഷൻ ഡി ത്രികോണ ആകൃതിയാണ്. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ, ബീഹാർ, ഒഡീഷ, മഹാരാഷ്ട്ര. ശരി ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ ആണ്. ഒൻപതാമത്തെ ചോദ്യം, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻസ് വില്യം ബെന്റിക്, ഡൽഹൌസി, വാറൻ ഹേസ്റ്റിംഗ്സ്, വെല്ലസ്ലി. ശരി ഉത്തരം ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ചാലിയാർ പുഴ, ഓപ്ഷൻ ബി ചാലക്കുടി പുഴ, ഓപ്ഷൻ സി മുതിരപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ശരി ഉത്തരം ഓപ്ഷൻ സി മുതിരപ്പുഴയാണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? ഓപ്ഷൻസ് ചൂളന്നൂർ, തട്ടേക്കാട്, മംഗളവനം, കുമരകം. ശരി ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട് ആണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ് കോൺസെൻട്രിക് കൺട്രാക്ഷൻ, എസെൻട്രിക്, ഐസോടോണിക്, ഐസോകൈനറ്റിക്. ശരി ഉത്തരം ഓപ്ഷൻ ബി എസെൻട്രിക് കൺട്രാക്ഷൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത്? ഓപ്ഷൻസ് വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, തീര സമതലങ്ങൾ, വടക്ക് പടിഞ്ഞാറൻ പർവ്വത പ്രദേശം. ശരി ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതായിരുന്നു? ഓപ്ഷൻസ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഉപരാഷ്ട്രപതി, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ഉപപ്രധാനമന്ത്രി. നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഞ്ചാമത്തെ ചോദ്യം, ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് രാജാറാം മോഹൻ റോയ്, രവീന്ദ്രനാഥ ടാഗോർ, ഡോക്ടർ BR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്. ശരി ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ആണ്. ആറാമത്തെ ചോദ്യം, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏത്? 1972, 1976, 1970, 1984. ശരി ഉത്തരം ഓപ്ഷൻ എ 1972 ആണ്.
അക്കമ്മ ചെറിയാൻ ജനിച്ച സ്ഥലം ഏത്? ഓപ്ഷൻസ് തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ. ശരി ഉത്തരം ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളിയാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻസ് തലാമസ്, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, സെറിബ്രം. ശരി ഉത്തരം ഓപ്ഷൻ ബി സെറിബെല്ലം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഓപ്ഷൻസ് താപ്തി, സിന്ധു, പെരിയാർ, ഗംഗ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ഗംഗയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, വി ഗിരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ശരി ഉത്തരം നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 23ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് രാജാറാം മോഹൻ റോയ്, രവീന്ദ്രനാഥ ടാഗോർ, ഡോക്ടർ ബി ആർ അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്. ശരി ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് ഫറോക്ക് പാലക്കാട്, കോഴിക്കോട് മൈസൂർ, തിരുമംഗലം കൊല്ലം, ഡിണ്ടിഗൽ കൊട്ടാരക്കര. ശരി ഉത്തരം ഓപ്ഷൻ സി തിരുമംഗലം കൊല്ലം ആണ്. മൂന്നാമത്തെ ചോദ്യം. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻസ് കാലടി, തിരുവനന്തപുരം, പുതുക്കാട്, തിരുവല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി പുതുക്കാടാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻസ് സഹാറ മരുഭൂമി, ആമസോൺ മഴക്കാടുകൾ, ധ്രുവ പ്രദേശം, കോണിഫറസ് വനങ്ങൾ. നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകളാണ്. അഞ്ചാമത്തെ ചോദ്യം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏത്? അറ്റോക്, ജാങ്, ചില്ലാർ, താന്തി. ശരി ഉത്തരം ഓപ്ഷൻ സി ചില്ലാർ ആണ്. ചില്ലാർ. ആറാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ് രാഷ്ട്രപതി, ലോക്സഭ സ്പീക്കർ, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി. ശരി ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതിക്ക്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് മൗലിക ചുമതലകൾ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച. ശരി ഉത്തരം ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ ആണ്. എട്ടാമത്തെ ചോദ്യം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? ഓപ്ഷൻസ് 1691, 1697, 1695, 1693. ശരി ഉത്തരം ഓപ്ഷൻ ബി 1697 ആണ്. ഒൻപതാമത്തെ ചോദ്യം. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, കെ കേളപ്പൻ. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ ഗാന്ധിജി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ എ. ഇവിടെ വൈറ്റമിൻ കെ ആണ് കേട്ടോ, എം ഇല്ല. വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ എ. ശരി ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ്. ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ശൈലവൃഷ്ടി, ആലിപ്പഴ മഴ, ഉച്ചലിത വൃഷ്ടി, സംവഹന വൃഷ്ടി. ശരി ഉത്തരം ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻസ് മുംബൈ, കൊൽക്കത്ത,
ഹൈദരാബാദ്, ന്യൂഡൽഹി. നിങ്ങൾക്കറിയുന്ന ചോദ്യമായിരിക്കും. ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങൾ, മൗലിക ചുമതലകൾ, ഭരണഘടനയുടെ ആമുഖം, മൗലിക അവകാശങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏത്? ഓപ്ഷൻസ് ആറ്റിങ്ങൽ, കടയ്ക്കാവൂർ, കുളച്ചൽ, അഞ്ചുതെങ്ങ്. ഓപ്ഷൻ ഡി, അഞ്ചുതെങ്ങ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ഏത്? ഓപ്ഷൻസ് തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം, കോഴിക്കോട്. എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. ഓപ്ഷൻ ബി, തൃശൂർ. ആറാമത്തെ ചോദ്യം. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഏത്? ജീവകം കെ, ജീവകം ഡി, ജീവകം ബി, ജീവകം ഇ. ശരി ഉത്തരം ഓപ്ഷൻ എ, ജീവകം കെ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ഓപ്ഷൻസ് മാംഗോ ഷവർ, കാൽ ബൈശാഖി, ലൂ, ചിനൂക്ക്. ഏതാണ്? ഓപ്ഷൻ സി, ലൂ ആണ്. എട്ടാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? 1995 സെപ്റ്റംബർ 15, 1992 ജനുവരി 31, 1998 ഡിസംബർ 11, 1993 ഒക്ടോബർ 12. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. ഒൻപതാമത്തെ ചോദ്യം. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് ഡേഷാണ്? ഓപ്ഷൻസ് മൗലിക അവകാശം, മൗലിക സ്വാതന്ത്ര്യം, നിയമം മൂലം നിർബന്ധിതമായ കടമ, ഇതൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു, ഇതൊന്നുമല്ല. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് നിലമ്പൂർ, താൻതോട്, പേരാമ്പ്ര, അഞ്ചരക്കണ്ടി. ശരി ഉത്തരം ഓപ്ഷൻ ഡി, അഞ്ചരക്കണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ഓപ്ഷൻസ് കുട്ടനാട്, ചിറ്റൂർ, വെങ്ങാനൂർ, ഇതൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി, വെങ്ങാനൂരാണ്. രണ്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഡ്യൂട്ടീരിയം, ട്രിഷ്യം, പ്രോട്ടിയം, ഹീലിയം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രോട്ടിയം. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര. ശരി ഉത്തരം ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ് ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു, ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് ജെ എസ് വർമ്മ. ശരി ഉത്തരം ഓപ്ഷൻ സി, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? വകുപ്പല്ല, അനുച്ഛേദമാണ്. ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻസ് അനുച്ഛേദം 9, അനുച്ഛേദം 13, അനുച്ഛേദം 15, അനുച്ഛേദം 19. ശരി ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദം 15. ആറാമത്തെ ചോദ്യം. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു? ഓപ്ഷൻസ് കേണൽ ലീഗർ, ലഫ്റ്റനന്റ് ഗോർഡൻ, തോമസ് ഹാർവേ ബാബർ, ആർതർ വെല്ലസ്ലി. ഓപ്ഷൻ എ, കേണൽ ലീഗർ ആണ് ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ് ആണോ, ഒ ഗ്രൂപ്പ് ആണോ, ബി ഗ്രൂപ്പ് ആണോ, എ ഗ്രൂപ്പ് ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒ ഗ്രൂപ്പ്. എട്ടാമത്തെ ചോദ്യം.
കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് 2, 8, 18, 32. ശരി ഉത്തരം ഓപ്ഷൻ എ 2 ഇലക്ട്രോണുകളാണ്. 9ാമത്തെ ചോദ്യം, ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കടുവ സംസ്ഥാനം. ഓപ്ഷൻസ് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം. നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ മധ്യപ്രദേശ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ് ലോക്സഭാ സ്പീക്കർക്ക്, കേന്ദ്ര സർക്കാരിന്, രാഷ്ട്രപതിക്ക്, പ്രധാനമന്ത്രിക്ക്. ശരി ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് ആണ്.